നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അരവിന്ദിന്റെ മക്കളുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന കാവേരി ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ജയപാലിന്റെ അടുത്തേക്ക് വരുവാണ്. ജയപാലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അങ്ങളെ അച്ഛന്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തണ്ടേ, അതിന് കുറച്ച് പണം വേണ്ടേന്ന് ചോദിച്ചു. അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാന്ന് പറഞ്ഞിട്ട് കുറച്ച് 500 നോട്ടുകൾ എടുത്ത് ജയപാലിന്റെ നേരെ നീട്ടുവാണ്. അപ്പോഴേക്കും വിനീതും അങ്ങോട്ടേക്ക് വന്നു. ആ സമയം ജയപാലൻ ചോദിച്ചു, എന്താ മോളെ നീ എന്താ ഇങ്ങനെ പറയണേ? അവൻ എനിക്ക് എന്റെ ഫ്രണ്ട് മാത്രമായിരുന്നില്ല, എന്റെ കൂടെ പിറന്നതായിരുന്നു. ശരിക്കും പറഞ്ഞാല് ഞങ്ങളൊരു അമ്മയുടെ വയറ്റിൽ പിറന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജയപാലൻ കുറെ ഡയലോഗുകൾ അടിക്കുകയാണ്. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അങ്ങളെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്റെ അച്ഛൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇത് കുഞ്ഞുനാളിൽ മുതല് അച്ഛനോട് സംസാരിക്കാതെ ഒരു രാത്രി പോലും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. ഫോൺ വിളിച്ച് അച്ഛനോട് സംസാരിച്ചിട്ടേ കിടന്നു ഉറങ്ങിയിട്ടുള്ളൂ. ഓർമ്മ വെച്ച നാൾ മുതൽ അങ്ങനെ തന്നെയാണ്. ആ അച്ഛനാണ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നും പറഞ്ഞ് പൊട്ടിക്കരയാണ്. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, കാവേരി നീ ഇങ്ങനെ തളർന്നാലോ, നീ വേണ്ടേ മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കാനായിട്ട്. അമ്മയുണ്ട്, പിന്നെ നിന്റെ അനുജിത്തിമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ നീ ധൈര്യം കൊടുക്കണ്ടേന്ന് ചോദിച്ചു. എനിക്കറിയില്ല വിനീതേട്ട എന്ത് ചെയ്യണമെന്ന്, ഞാൻ തകർന്നു പോവാന്ന് പറഞ്ഞു. ജയപാലൻ പറഞ്ഞു, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട മോളെ, ഞാനില്ലേ ദേ നിങ്ങളുടെ അച്ഛനെ പോയിട്ടുള്ളൂ, അങ്കിളുണ്ട്, എന്തിനും ഏതിനും ഞാൻ കൂടെയുണ്ട്, ധൈര്യമായിട്ടിരിക്കുക, മോള് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു കാർ വന്ന് നിന്നു. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഗംഗയുടെ വീട്ടിൽ നിന്ന്, അതായത് ഗംഗയെ കെട്ടാനുള്ള ആ ചെറുക്കനും അവരുടെ വീട്ടുകാരുമാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ചേവലം പറഞ്ഞതേ അവര് വന്നല്ലോ, ഞാൻ അവരെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ അടുത്തേക്ക് പോയി. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, കാവേരി നീ ഇങ്ങനെ തളരരുത്, നീ എന്തിനാ ഇങ്ങനെ കരയണേ, സംഭവിക്കാനുള്ള സംഭവിച്ചു. എന്നാലും വിനീതേട്ടൻ അറിയാലോ എനിക്ക് എന്റെ അച്ഛനെ എത്രമാത്രം ഇഷ്ടമാന്ന്. ആരൊക്കെ എപ്പോഴും വഴക്ക് പറഞ്ഞാലും എന്റെ അച്ഛൻ മാത്രം എന്നെ വഴക്കൊന്നും പറയാറില്ല, എന്നെന്നല്ല ഞങ്ങളെ ആരെ അത്രയ്ക്ക് കാര്യമായിരുന്നു. ഞങ്ങളുടെ ഇഷ്ടത്തിനൊന്നും അച്ഛൻ എതിരെ നിന്നിട്ടില്ല. ഞാൻ എന്ത് കുരുത്തക്കേട് ഒപ്പിച്ചാലും എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അച്ഛന് ഞങ്ങളെന്ന് പറഞ്ഞു. വിനീത് പറഞ്ഞു, ഇനിയിപ്പോ അതേക്കുറിച്ച് ഓർത്ത് കാവേരി വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാവേരി ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് ജയപാലൻ പോയി ചെറുക്കൻ കൂട്ടരും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വരുവാണ്. അങ്ങനെ വന്ന് അവര് അരവിന്ദനെ കാണുന്ന സമയത്ത് സുജാത ഇത് കണ്ടു. ആ സമയം വളരെ ദയനീയമായിട്ട് ഗംഗയെ നോക്കുന്നുണ്ട് ആ ചെക്കന്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഗംഗയുടെ കരച്ചിൽ കണ്ടിഞ്ഞപ്പോ അവനും വിഷമമായി. അപ്പോഴേക്കും സുജാത പറഞ്ഞു, എന്ത് ചെയ്യാനെന്ന് പറ, കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, നല്ല സന്തോഷമായിട്ടിരുന്ന. അപ്പോഴേക്ക് ശാരദ പറഞ്ഞു, ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി, എന്തിനാ പറയണേ? ഓ പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഗംഗയുടെ വിവാഹത്തിന്റെ അന്ന് തന്നെ ഇങ്ങനെ സംഭവിച്ചില്ലേ, ഈ ജാതകം തമ്മിൽ ചേരില്ലായിരുന്നു തോന്നേ. അല്ലെങ്കിലോ നിങ്ങളുടെ ചെക്കൻ കാരണം ഒരു പക്ഷേങ്കിലും നിങ്ങളുടെ ചെക്കനുമായിട്ട് കല്യാണം ഉറപ്പിച്ചതുള്ളൂ. അപ്പൊ തന്നെ അരവിന്ദൻ പോയില്ലേ എന്നൊക്കെ ചോദിച്ചു. അവരെ കുറ്റപ്പെടുത്തുവാണ്. ആ സമയം ചെക്കന്റെ അച്ഛന് ഭയങ്കര വിഷമമായി. എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് സുജാത ഇങ്ങനെ പറയണേ. അപ്പോഴേക്കും പ്രവീണ സുജാതയോട് പറഞ്ഞു, എന്താ സുജാത ചേച്ചി ഇങ്ങനെ പറയണേ, ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകുന്ന പ്രവീണെ എന്നൊക്കെ പ്രവീണയോടും പറയണം. ശാരദയ്ക്ക് അലമുറയിട്ട് കരയുക. പിന്നീട് ചെക്കൻകൂട്ടർ അവിടെ നിന്നില്ല, അവരങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് കാവേരിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാവേരിയുടെ മനസ്സിലേക്ക് അരവിന്ദൻ തലേ രാത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനില്ലാതെ പോയിട്ടുണ്ടെങ്കിലും എന്റെ കാര്യങ്ങളൊക്കെ നീ നോക്കുവന്ന്, ഞാൻ എല്ലാം നോക്കിക്കോളാം, അച്ഛൻ വിഷമിക്കണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അച്ഛനോടൊപ്പം തന്നെ ഡാൻസ് കളിച്ച് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ കാവേരിയുടെ കണ്ണും നിറഞ്ഞൊഴുകി. അതുപോലെ തന്നെയായിരുന്നു സുജാതയ്ക്കും. തന്റെ കല്യാണം വന്ന് വിളിച്ചിട്ട് താൻ ഇങ്ങോട്ടേക്ക് വന്നില്ല. താൻ ആ സമയത്ത് ദേഷ്യം കാണിച്ചു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നേ. ഓരോരുത്തർക്കും മനസ്സിൽ ഓരോരോ ചിന്തകൾ വരുവാണ്. ശാരദയ്ക്കാണെങ്കിലോ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. കാരണം ഇന്നലെ വൈകുന്നേരം വരെ സന്തോഷമായിട്ടിരുന്ന പെട്ടെന്നാണ് ഒരു നിമിഷം ഇങ്ങനെ. ഗംഗയുടെ കണ്ണും നിറഞ്ഞൊഴുകി. തന്റെ കല്യാണം കാണാനായിട്ട് അച്ഛൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. തനിക്ക് വേണ്ടി സ്വർണ്ണം എല്ലാം വാങ്ങിച്ചോണ്ട് വന്ന് കാത്തിരുന്ന, പക്ഷെ അതൊന്ന് കാണാനുള്ള യോഗം പോലും തന്റെ അച്ഛനില്ലാതെ പോയല്ലോ. നിലയൊക്കെ ഓരോന്നൊക്കെ ഓർത്തിരുന്നാണ് നിലയം കരയണേ. എപ്പോഴും തന്നെ ചേർത്ത് പിടിക്കുന്നതാണ്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു തന്നോട്. അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ചിന്തിച്ച് അലമുറയിട്ട് കരഞ്ഞോണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ ജയപാലൻ വന്നിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ എന്ന് പറയണം. അങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ സമയമായി. ബോഡിയൊക്കെ കുളിപ്പിക്കാനൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ആയിരുന്നു. ശാരദ കാവേരിയും ഗംഗയൊക്കെ അങ്ങനെ കുളിപ്പിച്ചെല്ലാം കൊണ്ടുവന്ന് കിടത്തി കർമ്മങ്ങളൊക്കെ നടത്താൻ തുടങ്ങി പൂജാരി. ബാക്കി എല്ലാവരും നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിനെല്ലാം ശേഷം ബോഡി അടക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് ഗംഗ കാവേരിയൊക്കെ ഭയങ്കര കരച്ചിൽ തന്നെയായിരുന്നു. ഒടുവില് കൊള്ളി വെക്കേണ്ട സമയമായി. ദയിപ്പിക്കാൻ സമയത്ത് കൊള്ളി വെക്കണമല്ലോ. അപ്പൊ അത് ആര് ചെയ്യും എന്നൊരു ചിന്തയായിരുന്നു. കാരണം ആൺമക്കളില്ല. അപ്പോഴേക്കും ശാന്തി പറഞ്ഞു, അതെ കൊള്ളി വെക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ജയപാലം
വിനീതിനോട് പറഞ്ഞു, വിനീതെ നീ കൊള്ളി വെച്ചോളാനായിട്ട് പറയാണ് ചിതയ്ക്ക് തീ കൊളുത്താനായിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോ അവിടെ നിന്നിട്ട് ഗംഗ പറഞ്ഞു, വേണ്ട, ഞാൻ ചെയ്തോളാം, എന്റെ അച്ഛന്റെ ചിതയ്ക്ക് ഞാൻ തീ കൊളുത്തിക്കോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും തിരുമേനി ചോദിച്ചു, അല്ല വേറെ ആരും ഇല്ലേന്ന് ചോദിച്ചു. ആ സമയത്താണ് ജയപാലൻ പറഞ്ഞു, അതെ അരവിന്ദന് 4 പെൺകുട്ടികളാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അനന്തപുരം തന്നെ കൊള്ളി വെക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേങ്കില് അത് ഭയങ്കര വിഷമമായിരുന്നു കാവേരിക്കും ഗംഗയ്ക്കും. കാവേരി ഗംഗയോട് പറഞ്ഞു, നമുക്ക് കൊള്ളി വെക്കാൻ പറ്റില്ല എന്ന് തോന്നേ, അതുകൊണ്ടല്ലേ ഇങ്ങനെയെന്ന് ചോദിച്ചു. ഗംഗ പറഞ്ഞു, ഞങ്ങൾ കൊള്ളി വെച്ചോളാം, ഞങ്ങളുടെ അച്ഛന്റെ ചിതയ്ക്ക് ഞങ്ങൾ തീ കൊളുത്തിക്കോളാം, ഞങ്ങൾ പെൺമക്കളായതുകൊണ്ട് ഞങ്ങൾക്ക് കൊളുത്താൻ പറ്റില്ലെന്നൊന്നുമില്ല, ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു. ഒടുവിൽ ജയപാലൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, അവര് ചെയ്തോട്ടെ, അമ്മാവിന്റെ ചിതയ്ക്ക് അവർ തീ കൊളുത്തിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചാൾക്കാരെ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു, കുറച്ചു പേര് അത് കുഴപ്പമില്ലാന്നും പറഞ്ഞു. ഒടുവിൽ ജയപാലൻ ഒരു തീരുമാനം എടുത്തു, അവര് തന്നെ ചിതയ്ക്ക് തീ കൊളുത്തിക്കോട്ടെ എന്ന്. അങ്ങനെ ഗംഗയും കാവേരിയും കൂടെ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം, കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ തീ കൊളുത്തുവാണ് ചിതയ്ക്ക്. തീ കൊളുത്തുന്ന സമയത്ത് ഭാവിട്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു അവരെയൊക്കെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് അറിയില്ലാതെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു വിനീതും. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാരും കൂടെ വന്നിരിക്കുവാണ്. എല്ലാരും കരഞ്ഞ് തളർന്നു പോയിട്ടുണ്ടായിരുന്നു. ആഹാരം പോലും ആരും കഴിച്ചിട്ടില്ല, അത്രയ്ക്ക് വിഷമമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. ആ സമയം ജയപാലൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കുത്തിയിരുന്നാൽ എങ്ങനെ ശരിയാവുന്നേ, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഇത്തിരിയെങ്കിലും ഒന്ന് ഉറങ്ങാൻ പറഞ്ഞു. അപ്പോഴേക്ക് ശാരദ പറഞ്ഞു, എങ്ങനെ ഉറങ്ങാനാ ജയപാലേട്ടാ, ഉറക്കം വരണ്ടേന്ന് ചോദിച്ചു. കണ്ണടയ്ക്കാൻ പറ്റുമോ, കൺമുനി മൊത്തം അരവിന്ദേട്ടനാ, ഞാൻ ദൈവത്തെ പോലെ കണ്ടിരുന്ന ആളല്ലേന്ന് പറഞ്ഞു. ജയപാലൻ പറഞ്ഞു, വിഷമിക്കണ്ട, എന്ത് വന്നാലും ഏത് വന്നാലും ഞാനുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നേന്ന് ചോദിച്ചു. ആ സമയത്ത് കാവേരി പറഞ്ഞു, അങ്കിളിനെ അറിയാലോ, ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന്, ഞങ്ങളോട് അത്ര ഇഷ്ടമായിരുന്നു, ഞങ്ങളൊന്നും വേദനിപ്പിച്ചിട്ട് പോലുമില്ല. ആ അച്ഛനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നേ. അത് ശരിയാ മോളെ, പക്ഷേങ്കില് നിങ്ങൾ സത്യത്തെ ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ. ഇനി പോകെ പോകെ ഇങ്ങനെ പല പ്രതിസന്ധികളും ഉണ്ടാവും, അറിയാലോ, ജീവിതമാണിത്, എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ മതിയാവുള്ളൂ, നിങ്ങൾക്ക് ജീവിക്കണ്ടേ, ഒരാൾ പോയെന്നോർത്ത് മറ്റുള്ളവർക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അതിനുശേഷം വിശാലിനെ വിളിച്ചിട്ട് നമുക്ക് ഇറങ്ങാന്ന് ചോദിച്ചു. അങ്ങനെ അവരങ്ങോട്ട് പോകുന്നതിന് സമയത്ത് വിനീതിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. ജയപാലൻ പറഞ്ഞു, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പോയി. ആ സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു വിനീതിന്റെ മനസ്സിലേക്ക് തലേ രാത്രിയില് അരവിന്ദൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുവാണ്. ദേ ഞാനില്ലെങ്കിലും നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിക്ക് നോക്കണം, എനിക്കറിയാം നിന്നെ കൊണ്ട് അതിന് സാധിക്കുമെന്ന്, നീ വേണം ഒന്നിനും ഇവർക്കൊരു കുറവും വരുത്തിയേക്കരുതെന്ന് പറഞ്ഞതൊക്കെ. അപ്പം അമ്മാവനെല്ലാം മനസ്സ് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ, അതുകൊണ്ടാണ് അമ്മാവൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. ഒന്നും ഇങ്ങോട്ട് പിടി കിട്ടുന്നുണ്ടായിരുന്നില്ല വിനീതിന് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും എല്ലാരും പോയി കിടക്കുവാണ്. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ കാവേരി നോക്കിക്കഴിഞ്ഞപ്പോ യമുനയും നിള അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. കാവേരി പതുക്കെ എഴുന്നേറ്റു. ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശാരദ അവിടെ കുത്തിയിരുന്നിട്ട് കസേരയിലേക്ക് ഇരുന്ന് ഇങ്ങനെ ഒന്ന് മയങ്ങിയിരിക്കുവാണ്. അരവിന്ദന്റെ ഒരു ഫോട്ടോ അരികെ തന്നെയുണ്ട്. അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ കാവേരിക്ക് സഹിച്ചില്ല. കാവേരി പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേനും വിനീത് അവിടെ പന്തലഴിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ, അവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതൊക്കെ വിനീത് കൊടുത്ത് സെറ്റ് ചെയ്യുവാണ്. അത് കണ്ടപ്പോൾ കാവേരിക്ക് വിഷമായി. അപ്പോഴേക്കും കാവേരി ഇങ്ങനെ നോക്കുമ്പോൾ തന്റെ അച്ഛൻ തന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് തോന്നുവാണ്. മോളെ കാവേരി, നീ ഇങ്ങോട്ടേക്ക് വന്നേ, അച്ഛൻ പറയട്ടെ എന്ന് പറയണം. പെട്ടെന്ന് കാവേരി അച്ഛാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോഴാണ് വിനീത് ആ കാഴ്ച കാണുന്നത്. പെട്ടെന്ന് വിനീത് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ കാവേരി, എന്താ? അത് പിന്നെ അച്ഛൻ. നീ എന്താ കാവേരി ഇങ്ങനെ, നീ ഒന്ന് റിയാലിറ്റിയിലേക്ക് വന്നേ. അമ്മ മരിച്ചുപോയെന്ന് നിനക്ക് അറിയാലോ. അല്ല അച്ഛൻ, നീ വിഷമിക്കാതിരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും കാവേരിയുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ വരുവാണ്. കാവേരി പറഞ്ഞു, വിനീതേട്ടാ, ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞേ, നമ്മൾ കൊണ്ടിരുന്നതിനും കുറെ സമയം മുമ്പ് അച്ഛൻ മരിച്ചെന്നല്ല പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇന്നലെ രാത്രി എന്നോട് സംസാരിച്ചിരുന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു കാണുമല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, അതിനുശേഷം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അമ്മാവൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അമ്മാവനോടൊപ്പം ഞാനിന്ന് കുറച്ച് സമയം വർത്താനം പറഞ്ഞു. എന്നോട് പറഞ്ഞു നിങ്ങളെയൊക്കെ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലോ എന്ന് പറഞ്ഞു. അതോടെ കേട്ടുകഴിഞ്ഞപ്പോൾ കാവേരിക്ക് ഭയങ്കര സങ്കടമായി. പിന്നീട് കാവേരിയോട് ചായ എന്തെങ്കിലും കുടിച്ചോ? ഇല്ലാന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. വേണ്ട വിനീതേട്ട, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. ആ സമയത്ത് അരവിന്ദിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് കരയുവാണ് ശാരദ. ഗംഗ അടുത്തേക്ക് വന്നു. അമ്മ ഇങ്ങനെ കരയില്ല അമ്മേ, എങ്ങനെ കരയാതിരിക്കൂടി? എത്രമാത്രം സന്തോഷത്തോടെ ഞങ്ങൾ കഴിഞ്ഞിരുന്നേ, എത്രമാത്രം ഇഷ്ടമായിരുന്നു അരവിന്ദേട്ടൻ നമ്മളെ എല്ലാരെ. എന്നിട്ട് കണ്ടില്ലേ, ഇത്ര പെട്ടെന്ന് തന്നെ പോയത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു.
ആ സമയത്ത് കാവേരിയും കൂടെ എങ്ങോട്ട് വന്നു. കാവേരിയെ കണ്ടുകഴിയുമ്പോൾ ശാരദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഗംഗ എഴുന്നേറ്റ് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം യമുന കണ്ണു തുറന്ന് നോക്കുവാണ്. പിന്നീട് യമുന എഴുന്നേറ്റ് വന്ന് ഗംഗയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. ആ സമയത്ത് ഗംഗ പറഞ്ഞ് സങ്കടപ്പെടാതിരിക്കുക, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എത്രയെന്ന് വെച്ചാൽ കരയുന്നേ, കരഞ്ഞവർ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നീളയാണെങ്കിൽ ഉറക്കത്തിരുന്ന് ഓരോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും യമുന പോയി ഇങ്ങനെ വെറുതെ നെറ്റിയെ തൊട്ട് നോക്കിയപ്പോൾ നല്ല ചൂടുണ്ട്, നല്ല പനിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തേലും ഇവിടെ എഴുന്നേപ്പിച്ച് ഇച്ചിരി എന്തേലും കുടിക്കാൻ എന്തേലും കൊടുത്താലോ? അമ്മയോട് പറയണ്ട, അമ്മയോട് പറഞ്ഞ അമ്മയ്ക്ക് ടെൻഷനാന്ന് പറഞ്ഞു. എന്തേലും പാരസെറ്റാമോൾ എന്തേലും ഉണ്ടോന്ന് നോക്കാം, അതോടെ കൊടുക്കാം. കാരണം അവൾക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തന്റെ അച്ഛന്റെ മരണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.